തമിഴ്നാട് ശിവഗംഗ കസ്റ്റഡി കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ജഡ്ജി അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. അന്വേഷണം CBCIDക്ക് വിട്ടുവെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. ആരോപണ വിധേയരായ 6 പോലീസുകാരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ശിവഗംഗ SP ആശിഷ് റാവത്തിനെ സ്ഥലം മാറ്റി. കസ്റ്റഡി കൊലപാതകത്തിൽ നടപടിയെടുത്തെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും വ്യക്തമാക്കി. ശിവഗംഗയിലെ അതിക്രൂരമായ കസ്റ്റഡി കൊലപാതകത്തിൽ നേരിട്ടിടപെട്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. സർക്കാർ സ്വീകരിച്ച നടപടികളിൽ അതൃപ്തി അറിയിച്ച കോടതി കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഉത്തരവിടുകയായിരുന്നു. പോലീസ് പ്രതികളായ കേസിൽ എങ്ങനെയാണ് പോലീസ് തന്നെ അന്വേഷണം നടത്തുകയെന്ന് കോടതി ചോദിച്ചു. സംഭവത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികളല്ല സർക്കാർ സ്വീകരിച്ചതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ മനസാക്ഷിയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. തിരുഭുവനം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഗവൺമെന്റ് രാജാജി ആശുപത്രി ഡീൻ എന്നിവർ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് നടപടി. കേസിൽ ആരോപണ വിധേയരായ 5 പോലീസുകാരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതായി തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചു. കൊല്ലപ്പെട്ട അജിത് കുമാറിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അജിത് കുമാറിന്റെ ശരീരത്തിൽ 30 ഇടത്ത് ചതവുകൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. നടപടിയുടെ ഭാഗമായി ശിവഗംഗ SP ആശിഷ് റാവത്തിനെ ചുമതലയൊന്നും നൽകാതെ സ്ഥലം മാറ്റി. കസ്റ്റഡി കൊലപാതകത്തിൽ നടപടിയെടുത്തെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. കേസ് അന്വേഷണം തുടരുന്നതിനിടെ കസ്റ്റഡി കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്വമേധയാ കേസ് പരിഗണിച്ച ബെഞ്ചിലേക്ക് അഭിഭാഷകൻ ഹെൻറി ടിഫാഗ്നെയാണ് ദൃശ്യങ്ങൾ എത്തിച്ചത്. കേസിൽ തന്നെയും കക്ഷി ചേർക്കണമെന്നും ഹെൻറി ആവശ്യപ്പെട്ടു. ഭദ്രകാളി അമ്മൻ ക്ഷേത്രത്തിലെ താത്കാലിക സുരക്ഷാ ജീവനക്കാരനായിരുന്ന അജിത് കുമാറിനെ പ്ലാസ്റ്റിക് പൈപ്പുകളും ഇരുമ്പ് ദണ്ഡുകളും ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. കഴിഞ്ഞ മാസം 27-ന് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞെത്തിയ ഒരു സ്ത്രീ കാറിലുണ്ടായിരുന്ന തന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായി എന്ന പരാതി നൽകിയതാണ് സംഭവങ്ങളുടെ തുടക്കം. വാഹനം പാർക്ക് ചെയ്യാൻ സഹായിച്ച അജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അജിത്തിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ബോധം നഷ്ടപ്പെട്ടുവെന്നും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിച്ചു എന്നുമായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസിന്റെ വാദം പൊളിയുകയായിരുന്നു. സംസ്ഥാനത്തെ കസ്റ്റഡി മരണങ്ങൾ DMK സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. ന്യൂസ് മലയാളം, ന്യൂസ് ഡെസ്ക്.